നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുത്തൻ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് ജൂൺ 28, 2025 ശനി, കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനം 14, പൂയം നക്ഷത്രം. ഇന്നത്തെ രാഹുകാലം 9 മണി മുതൽ രാവിലെ 10:30 വരെയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥോത്സവത്തിനിടെ അപകടം. തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് നിർണായകം. ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്തിയതിൽ വിസിക്ക് മറുപടി നൽകണം. സംഘാടക സമിതിക്കെതിരെ പരാതി നൽകിയതിലും നടപടിക്ക് സാധ്യത. ഭാരതാംബയെ അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥന്റെ മുൻകാല പോസ്റ്റുകളും വിവാദത്തിൽ. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയും സർവീസ് ചട്ടം മറികടന്ന വിമർശനം. രാജ്യവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. US കാനഡ വാണിജ്യ തർക്കം രൂക്ഷം. താരിഫ് നിയന്ത്രണ ചർച്ച നിർത്തിവെച്ചു. പ്രകോപനമായത് അമേരിക്കൻ ഇ-കോമേഴ്സ് പോർട്ടലുകൾക്ക് നികുതി ചുമത്താനുള്ള കനേഡിയൻ നീക്കം. PV അൻവറിന്റെ UDF പ്രവേശനത്തിന് സമ്മർദ്ദം ചെലുത്താൻ ലീഗ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടൽ. UDF യോഗത്തിൽ ചർച്ച ചെയ്താൽ മതിയെന്ന് കോൺഗ്രസ്. സൂംബ ഡാൻസിൽ എതിർപ്പ് ശക്തമാക്കി മുസ്ലിം സംഘടനകൾ. സമ്മർദ്ദത്തിന് വഴങ്ങി CPM. ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത ആദ്യ ഭരണഘടനയുടെ ആമുഖം ഇന്ദിരാഗാന്ധി തിരുത്തിയതിൽ വിവാദം കൊഴുക്കുകയാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നീ പദങ്ങൾ എഴുതി ചേർത്തത്. പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിലടച്ച ശേഷമായിരുന്നു ഇന്ദിരയുടെ ഈ പൊളിച്ചെഴുത്ത്. കാണാം. ഡോക്ടർ BR അംബേദ്കറെ പോലും അവഹേളിക്കും വിധം ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖം തിരുത്തിയതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. സെക്കുലറിസവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെ ഇടം നേടിയെന്ന് സാധാരണക്കാർ പോലും ഇതോടെ തിരിച്ചറിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എന്തിനാണ് ഇങ്ങനെയൊരു തിരികെക്കയറ്റൽ നടത്തിയത് എന്നതാണ് ചോദ്യം. ഇതാദ്യമായല്ല ഭരണഘടനയിലെ സോഷ്യലിസവും സെക്കുലറിസവും വിവാദമാകുന്നത്. അതിന് ഭരണഘടനാ രൂപീകരണത്തോളം പഴക്കമുണ്ട്. ഈ പദങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമം ആദ്യമുണ്ടായത് KT ഷായുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം 3 തവണ ഇത്തരമൊരു ഭേദഗതി അവതരിപ്പിച്ചെങ്കിലും 3 തവണയും അത് നിരസിക്കപ്പെട്ടു. 1948 നവംബറിൽ ആർട്ടിക്കിൾ 1 ക്ലോസ് 1 സെക്കുലർ, ഫെഡറൽ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ചേർക്കാനുള്ള ആദ്യ ഭേദഗതി അദ്ദേഹം അവതരിപ്പിച്ചു. എന്നാൽ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ അടക്കം ഇതിനെ എതിർത്തു. പ്രൊഫസർ KT ഷായുടെ ഭേദഗതി തള്ളിക്കൊണ്ട് അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെ: ഇത് അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. സാമ്പത്തികാടിസ്ഥാനത്തിൽ സമൂഹം എങ്ങനെ ക്രമീകരിക്കപ്പെടണം എന്നത് ജനങ്ങൾ സമയാനുസൃതമായും സാഹചര്യം നോക്കിയും നിശ്ചയിക്കണം. ഭരണഘടന പ്രകാരം അങ്ങനെ ചെയ്താൽ ജനാധിപത്യം നശിക്കും. ഡോക്ടർ അംബേദ്കറും ഭരണഘടനാ നിർമ്മാണ സമിതിയും എതിർത്തെങ്കിലും KT ഷാ വിട്ടില്ല.
വീണ്ടും വീണ്ടും തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഭാവിയിലെ ആപത്ത് മനസ്സിലാക്കിയ അംബേദ്കർ അടക്കമുള്ളവർ ശക്തമായ പ്രതിരോധം തീർത്തു. 1948 ഡിസംബർ 3 KT ഷാ ഇന്ത്യ ബീയിങ് സെക്കുലർ എന്ന പേരിൽ ആർട്ടിക്കിൾ 18A എന്നൊരു പുതിയ വകുപ്പ് ചേർക്കാൻ ശ്രമിച്ചു. ഈ ഭേദഗതിയും ചർച്ചയ്ക്ക് പോലും അനുവദിക്കാതെ തള്ളി. അവസാനമായി അദ്ദേഹം ആർട്ടിക്കിൾ 19 മതപരമായ പ്രചാരണം പൊതുസ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്ന് പറയുന്ന ഭേദഗതിയും 1948 ഡിസംബർ 3 അവതരിപ്പിച്ചു. ഈ ഭേദഗതിയും നിഷ്കരുണം തള്ളപ്പെട്ടു. കാലം പിന്നെയും കടന്നുപോയി. 1975 ജൂൺ 25 ഇന്ദിരയുടെ കരിനിയമം ഇന്ത്യയെ ചവിട്ടിയരച്ചു. പിന്നാലെ KT ഷായ്ക്ക് കഴിയാതെ പോയത് ഇന്ദിര പൊടി തട്ടിയെടുത്തു. 1976 മെയ് 21 നിയമമന്ത്രി HR ഗോഖലെ ഭരണഘടനയുടെ 42ാം ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇതോടെ സെക്കുലർ ആൻഡ് സോഷ്യലിസ്റ്റ് എന്ന പദം ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഈ ഭേദഗതി ബിൽ 1976 ഡിസംബർ 18 നിയമമായി. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും അടിയന്തരാവസ്ഥ കാലമായതിനാൽ എല്ലാം അടിച്ചൊതുക്കപ്പെട്ടു. യമുനയിൽ വെള്ളം വീണ്ടും കുറേയധികം ഒഴുകി. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറി മാറി വന്നു. 2015 സോഷ്യലിസവും സെക്കുലറിസവും പാർലമെന്റിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും അത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കപ്പെട്ടു. നിലവിൽ RSS സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളയുടെ പ്രസംഗത്തോടെ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനാ വിരുദ്ധ ചെയ്തികൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോഴും പിന്നീട് പലതവണ അത് തിരുത്തിയപ്പോഴും വിശദമായ ചർച്ചകൾ നടക്കുകയും വോട്ടിനിട്ട് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കരിനിയമത്തിന്റെ മറവിൽ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിലടച്ച് സെക്കുലറിസവും അതോടൊപ്പം സോഷ്യലിസവും തിരികെ കയറ്റിയത് എന്തിനെന്ന ചോദ്യത്തിന് ഇന്നും മറുപടിയില്ല. അതും ഭരണഘടനയുടെ മുഖം തന്നെ വികൃതമാക്കിക്കൊണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാകുന്നു. താരിഫ് നിയന്ത്രിക്കുന്നതിന് സംബന്ധിച്ച US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നാണ് ചർച്ചകൾ നിർത്തിവെച്ചത്. In the face of unrelenting economic warfare, the United States can no longer continue with a policy of unilateral economic surrender. We cannot pay the deficits of Canada, Mexico, and so many other countries. We used to do it. We can't do it anymore. We take care of countries all over the world. We pay for their military. We pay for everything they have to pay. And then when you want to cut back a little bit, they get upset that you're not taking care of them any longer. But we have to take care of our people, and we're going to take care of our people first. And I'm sorry to say that. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തുടക്കം മുതലേ തന്നെ അമേരിക്കയുടെ അധിക താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്ക കാനഡ തർക്കം രൂക്ഷമായിരുന്നു. ഇപ്പോൾ ആ വാണിജ്യ തർക്കം അതിരൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാനഡ കൊമേഴ്സ്, അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ളൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. അത് നേരത്തെയുള്ള ഒരു വാണിജ്യ തർക്കത്തിന്മേലുള്ള ചർച്ചകൾക്ക് കൂടി വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലേ? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക കാനഡയ്ക്ക് ചുമത്തിയ അധിക താരിഫ്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയായ കാനഡയുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക്, സ്റ്റീൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള നികുതി ചുമത്താനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് താരിഫ് ചുമത്താനുള്ള നീക്കം നടത്തിയിരുന്നു. ഈ താരിഫ് ചുമത്താനുള്ള നീക്കം കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. കാനഡയിലെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മാർക്ക് കാർണി അധികാരത്തിലേറ്റതിനും തുടർന്ന് G7 സമ്മേളന വേദിയിലുള്ള ചർച്ചകളുമെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അധിക താരിഫ് ചുമത്തുന്നതിൽ നിന്നും അല്പ ദിവസത്തേക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ നീക്കം നിലനിൽക്കുന്നതിനിടെയാണ് കാനഡയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടായത്. വളരെ കൃത്യമായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല കൊമേഴ്സ് പോർട്ടലുകളും, ആമസോൺ പോലുള്ള കൊമേഴ്സ് പോർട്ടലുകളെ കൃത്യമായി 3% നികുതിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമായിരുന്നു കാനഡ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇതോടെയാണ് വീണ്ടും ഈ വാണിജ്യ തർക്കങ്ങൾ രൂക്ഷമാവുകയും ചെയ്തത്. ഏതാണ്ട് ശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നത്.
ഇത്തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമ പോസ്റ്റിന്റെയും നേരത്തെ നമ്മൾ കേട്ടതുപോലുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളുടെയും, അതായത് കാനഡയുടെ ധനക്കമ്മികളിൽ നിന്നും നികത്താനുള്ള ചുമതലയൊന്നും തങ്ങൾക്കില്ല എന്ന നിലപാട്, അതായത് കൃത്യമായി പഴയ രീതിയിലുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ട്രംപ് അധികാരമേറ്റ ആ കാലഘട്ടത്തിൽ കാനഡയുമായി ഉണ്ടായിരുന്ന ആ ബന്ധത്തിലെ ആ ഒരു വിള്ളൽ അതുപോലെ തന്നെ വീണ്ടും തുടരുകയും അത് കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുന്നു എന്ന വിവരമാണ് ഈ ഒരു നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം, അതിന്റെ റേറ്റുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അത് ഇ കോമേഴ്സ് പോർട്ടലുകളെ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇ കോമേഴ്സ് പോർട്ടലുകൾക്ക് 3% താരിഫ് ഏർപ്പെടുത്തിയത് ഒരു പക്ഷേ കാനഡ പിൻവലിക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റമുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു മറുപടി കൃത്യമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ആലോചനാ വിഷയമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കാനഡയുമായുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ താരിഫുമായി ബന്ധപ്പെട്ട് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ നിലപാടുകൾ വലിയ രീതിയിലുള്ള വാണിജ്യ തർക്കങ്ങളിലേക്കും പലതരത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികളിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീണ്ടും രൂക്ഷമാകുന്നു എന്നാണ് പുതിയ ട്രംപിന്റെ നിലപാടും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാണ് ഷട്ടറുകൾ തുറക്കുക. നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അതിശക്തമായ മഴയായിരുന്നു സംസ്ഥാനത്തുടനീളം. പല അണക്കെട്ടുകളും ജലനിരപ്പിന്റെ പരമാവധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ മുല്ലപ്പെരിയാറിന്റെ നിന്ന് തുറക്കും എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാകും ഷട്ടറുകൾ തുറക്കുക. ഇപ്പോഴത്തെ നിലവിൽ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനുള്ള സാഹചര്യമുണ്ടോ ഇന്ന്? രോഹിണി, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇപ്പോൾ 135.55 അടിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 136 എത്തിയെങ്കിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് വേണ്ട മുൻഗണന നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. അതായത് നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ഏറ്റവും ആദ്യം വെള്ളം എത്തുന്ന ഒരു ചപ്പാത്തിലാണ്. ഈ വള്ളക്കടവിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഈ ഭാഗത്താണ് ഏറ്റവും ആദ്യം ഈ ഒരു മുല്ലപ്പെരിയാർ തുറന്നാൽ വെള്ളം എത്തുക. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 300 പേരോട് മാറി താമസിക്കണം, അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം നൽകിയത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെരിയാറ്റിൽ വെള്ളം കുറവാണ്, ഒഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും വലിയ രീതിയിലൊരു വെള്ളം ഒഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ മാറി താമസിക്കാൻ ഇവരെ മാറ്റി പാർപ്പിക്കാൻ ഇവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മാറി താമസിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതിശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമില്ല. ഈ ഡാമിന്റെ വൃത്തപ്രദേശത്തും മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു കുറവുണ്ടാവാത്തതാണ് ഇത്തരത്തിൽ ഈ ഡാം തുറക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധികമായി എത്തുന്ന ജലം ഒഴുക്കിവിടുക എന്നുള്ളൊരു നിലയിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നിലവിൽ തമിഴ്നാട് ഏറ്റവും അധികം വെള്ളം, അതായത് പരമാവധി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം സെക്കൻഡിൽ 3867 കനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2117 കനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മഴയും നീരൊഴുക്കും കുറഞ്ഞതിനാൽ ഈ ഒരു ഡാം തുറക്കേണ്ടി വരുമോ എന്നുള്ള ഒരു കാര്യം നിലവിൽ ഏതായാലും അത് ഇതിൽ ഇരിക്കുകയാണ്. അതായത് ഈ മഴ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിലും ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാടിന്റെ വിലയിരുത്തൽ. എന്തായാലും പെരിയാറിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആ ജാഗ്രത കൃത്യമായി തന്നെ തുടരണമെന്നും അതുപോലെ തന്നെ ജില്ലയിൽ മറ്റു പ്രദേശങ്ങളിലും ഇടവിട്ട ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിലെ മറ്റ് ചെറു ഡാമുകളെല്ലാം തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടുതലായി വെള്ളം ഒഴുകുന്നുണ്ട്. അതായത് തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഈ മേഖലകളിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം. കൂടാതെ ജില്ലയിലെ മലയോര
മേഖലയിലും അതീവ ജാഗ്രത, അതായത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും അതീവ ജാഗ്രത തുടരണം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. നാളെയോടെ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട്. ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെ ആയിരിക്കുമോ? ഗുഡ് മോർണിംഗ് രോഹിണി. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കാം. തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നത് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. നാളെ വരെ, അതായത് 29-ാം തീയതി വരെ സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടൊരു മഴ ലഭിക്കുമെന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. ഈ പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്നൊരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റ്, പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഒരു അതിശക്തമായിട്ടൊരു കാറ്റ് ലഭിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും കൂടി നാളെയോടുകൂടി രൂപപ്പെടും. അങ്ങനെയാണെങ്കിൽ മൺസൂൺ അതിശക്തിയായി മാറും, ശക്തി പ്രാപിക്കുമെന്നൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. കർണാടക കോറമൺ തീരം മുതൽ കേരളത്തിന്റെ തീരദേശ മേഖലയിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ഇത്തവണത്തെ മൺസൂൺ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പീരുമേട്, ഏലക്കപ്പാറ, ദേവികുളം തുടങ്ങിയ ഇടങ്ങളിലാണ്. 311.9 മില്ലിമീറ്റർ മഴ വരെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഒറ്റപ്പെട്ട സമയങ്ങളിൽ ചെറിയ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസം. അപ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ മഴ ഒരേ സമയം ലഭിക്കുന്നത് മണ്ണ് കുതിരുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് കൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരന്ത സമയത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെയാണ് വൾണറബിൾ സിറ്റുവേഷൻസ് ഏരിയ ആയിട്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്യാഹിതം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ എത്തിക്കാനും അതോടൊപ്പം തന്നെ സമയം കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 16 ഡാമുകൾ ഇതുവരെ തുറന്നുവിട്ടിട്ടുണ്ട്. ഇന്നലെ ബാണാസുര ഡാം ബാണാസുര മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. റൂൾ കർവിന് പുറത്താണെങ്കിൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് ഡാമുകളുടെ സുരക്ഷ വിലയിരുത്തുന്ന സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വൾണറബിൾ സിറ്റുവേഷൻ വരികയാണെങ്കിലോ എന്തെങ്കിലും ദുരന്ത സിറ്റുവേഷൻ വരികയാണെങ്കിലോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കവചം ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുള്ള സാധ്യത, അല്ലെങ്കിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. രോഹിണി. ശരി ടിൻഡു, എന്തായാലും സംസ്ഥാനത്ത് ഇനി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തോണിച്ചിറ കരിമ്പാടൻ ഉന്നതിയിലെ 93ഓളം കുടുംബങ്ങൾ കഴിയുന്നത് വെള്ളക്കെട്ടിൽ. ഇരുകാലുകൾക്കും മന്ദരോഗം ബാധിച്ച യുവതി സ്മിതയും രോഗിയും വയോധികയുമായ അമ്മയുൾപ്പെടെയുള്ളവരുടെയും ജീവിതം കോളനിയിലെ ദുരിത കാഴ്ചയാണ്. മഴക്കാലം അത് ദുരിതകാലമാണ് ഇവിടുത്തുകാർക്ക്. ദുരിതപ്പെയ്ത്തിൽ പൊലിഞ്ഞു പോകുന്നത് അവർ അതുവരെ സ്വരുക്കൂട്ടിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. ഇത് സ്മിത. ഇരുകാലുകൾക്കും മന്ദരോഗമാണ്. സ്മിതയും പ്രായമായ അമ്മയും കഴിഞ്ഞ 25 വർഷമായി അന്തി ഉറങ്ങുന്നത് വെള്ളക്കെട്ടിന് നടുവിലെ ഈ ഒറ്റമുറി വീട്ടിലാണ്. ദുരിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ അങ്ങേറ്റം. ഇതിപ്പോ ഇങ്ങനെയല്ലേ ഉള്ളൂ, തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറും വെള്ളം. ഇത് കയറുന്നതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ കയറുക, ഉള്ളോട്ട് എടുക്കും. തടി താന്നതുകൊണ്ട്, തറ താന്നതുകൊണ്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം തറേന്റെ ഉള്ളിൽ കൂടെ എടുക്കും. റൂമിലൊക്കെ വെള്ളം. പ്രായമായ അമ്മയാണുള്ളത്. അമ്മ ഇപ്പോൾ ഇവിടെ ഈ തണുപ്പും കാര്യമായിട്ട് കുറേ ആയിട്ട് അനിയത്തിൻ്റെ അടുത്തേനി. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ഇതൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നതാണ്.
ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിന്. പിന്നെ ഏട്ടനാണെങ്കിൽ ഏട്ടനും പണിക്ക് പോകാൻ ഇതിനെ ചെയ്യാനുള്ളതൊന്നും ഞങ്ങൾക്ക് ഇല്ല. സാമ്പത്തികമായിട്ട് വളരെ ഇതിലുള്ള ആൾക്കാരാണ്. ഇലക്ഷൻ എല്ലാ പ്രാവശ്യം എല്ലാ പാർട്ടിക്കാരും, ഒരു പാർട്ടിക്കാരൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരോടും പറയുന്നുണ്ട് ഒന്നും വേണ്ട, ഒരു കുറച്ച് മണ്ണിട്ട് തന്നാലെങ്കിലും വലിയൊരു ഉപകാരമാണ്. പക്ഷെ ഓരോരുത്തരോട് പറയുമ്പോൾ ഓരോരുത്തർ പറയാ ചെയ്യാ, പിന്നെ ആരും വരുന്നില്ല. ഒരസുഖം വന്നാലും ഇല്ല. മഴയൊന്ന് കനത്താൽ വീടിനകത്തും പുറത്തും ഒരുപോലെ വെള്ളം. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം. ഇത് സ്മിതയുടെ മാത്രം അനുഭവമല്ല. തോണിച്ചിറ കരിമ്പാടൻ കോളനി നിവാസികളുടെ എല്ലാം അനുഭവം ഇത് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ രാത്രി പാതര സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിലാവോ അങ്ങനെ ഒരു പേടി. നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടാണ്. എല്ലാ കൊല്ലവും വെള്ളം കയറും. അപ്പം നമ്മൾ കാല് വെച്ച് കട്ടിൽ നിന്ന് താഴത്ത് കാലിച്ചാൽ അകത്ത് വെള്ളം. അങ്ങനെ എത്രയോ പ്രാവശ്യം. ഈ കർക്കിടകം കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ടേ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുള്ളൂ വീട്ടിൻ്റെ ഉള്ളിൽ. നമ്മൾ എത്ര വീട് നന്നാക്കിയിട്ട് ഇവിടെ നിന്ന് വിൽക്കാനും കഴിയില്ല. കാരണം ഇവിടെ നിന്ന് ആൾ വരില്ല. തുച്ഛ വിലക്ക് നമ്മൾ വാങ്ങണ വീടാ. അത് നമ്മൾ പിന്നെ നന്നാക്കുമോ? നമുക്ക് പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ നമ്മൾ നന്നാക്കിയെടുക്കും. കൗൺസിലറൊക്കെ വന്ന് നോക്കി പോവല്ലാണ്ട് നമ്മളോടൊന്നും ചോദിക്കില്ല. എന്താണ് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്, ഇങ്ങനെ വരുന്ന വെള്ളമാണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല ആരും. നമുക്ക് ഇവിടെ നന്നായി കിട്ടണമെന്ന്. വെള്ളം വരാത്ത കൊത്തിന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത്. ഓരോ മഴക്കാലത്തും ഇവിടുത്തുകാരുടെ നെഞ്ചിൽ തീയാണ്. ഏത് നിമിഷവും വെള്ളം പൊങ്ങും. അടുക്കള പാത്രങ്ങളടക്കം ഒലിച്ചുപോകും. പിന്നെയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. പ്രദേശത്ത് ഡ്രൈനേജും ഫുട്പാത്ത് സംവിധാനവും കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്നാണ് കോളനിവാസികൾ പറയുന്നത്. വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വീട്ടിലുള്ളിലൊക്കെ 14 ആളുകളെ വീട്ടിൽ വെള്ളം കയറും അവസ്ഥ തന്നെയാണ്. ഇതിന് മുമ്പൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പിന്നെയും കുറേ പ്രതിരോധ ഈ മഴക്കാലത്തിന് മുന്നായിട്ട് നന്നാക്കലൊക്കെ ഡ്രൈനേജ് വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ ഒന്നും ഇങ്ങോട്ട് പെയ്യുമ്പോഴത്തേന് വെള്ളം ഇങ്ങോട്ട് വന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ പിന്നെ പോകാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു വേണം. അപ്പം അതിനെപ്പറ്റി നമ്മൾ കുറേ ഇവിടുത്തെ വാർഡ് മെമ്പറോടൊക്കെ സംസാരിച്ച്. പക്ഷെ ഓലൊന്നും അന്നേരം വെച്ച് എന്നറിയും, പിന്നെ പോലെ കാണൂല. അതാണ്. 98 കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. മാറി മാറി വന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടിക്കാരോടെല്ലാം കോളനിവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിവേദനം എഴുതി നൽകി. പക്ഷെ അതും കടലാസിലൊതുങ്ങി. ഇവരും മനുഷ്യരാണ്. അല്പം കരുണ ഭരണകൂടം ഇവരോടും കാണിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് കാലാകാലങ്ങളായി ഇവരിങ്ങനെ ദുരിതം പേറി ജീവിക്കേണ്ടി വരുന്നത്. കരിമ്പാടൻ കോളനിയിൽ നിന്നും ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം. അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503 രക്ഷാ ദൌത്യം വീണ്ടും പ്രതിസന്ധിയിൽ. കടലിലെ കാലാവസ്ഥ പ്രതികൂലമായതും തീ വീണ്ടും പടരുന്നതും വെല്ലുവിളിയാവുകയാണ്. എഞ്ചിൻ റൂമിൽ വെള്ളം നിറഞ്ഞതോടെ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. നിഷ ദിലീപ് ചേരുന്നു വിവരങ്ങളുമായി. നിഷ, ആശങ്കയ്ക്ക് അറുതിയില്ല എന്ന് തന്നെയാണോ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്? രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കപ്പലിലെ തീ അണയ്ക്കാൻ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളവും ഒപ്പം തന്നെ നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. മഴവെള്ളവും എഞ്ചിൻ റൂമിൽ കടന്നതോടുകൂടി കപ്പൽ മുങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതികൂല കാലാവസ്ഥയാണ്. ഇത് രക്ഷാ ദൗത്യത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനിയും കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിയാൽ ഇതിന്റെ ഉള്ളറകൾ തകർന്ന് കപ്പൽ മുങ്ങുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളി നിറഞ്ഞതാണ് വാൻഹായിലെ തീ അണയ്ക്കൽ രക്ഷാദൗത്യം. എന്തായാലും കപ്പൽ മുങ്ങിയ ജൂൺ 9 മുതൽ തന്നെ ഇത് ഏതാണ്ട് ഒരു ചരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. പിന്നീട് കൂടുതൽ കാറ്റും മഴയും ഒപ്പം തന്നെ എഞ്ചിൻ റൂമിനുള്ളിലേക്ക് വെള്ളമൊക്കെ കയറുന്നതും കപ്പൽ കൂടുതൽ ചരിയാൻ ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ തീ വാൻഹായ് കപ്പലിലെ തീ ഏതാണ്ട് 95% അണച്ചതായി രക്ഷാദൗത്യ സംഘം നേരത്തെ അറിയിച്ചിരുന്നു. കുറച്ച് പുക മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. പിന്നീട് കപ്പലിന്റെ ഉള്ളറകളിൽ ചില ഭാഗത്ത് മാത്രം ചെറിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഈ തുടർച്ചയായി വെള്ളവും പതയും ഒക്കെ തീയണയ്ക്കാനായി പമ്പ് ചെയ്തിരുന്നു. മാത്രമല്ല, ഹെലികോപ്റ്ററിൽ രാസ പൊടി വിതറിക്കൊണ്ട് ഉള്ള തീയണക്കൽ ദൗത്യമുണ്ടായിരുന്നു. ഇതൊക്കെ ഈ മഴ കാരണം നടക്കുന്നില്ല. പതയും വെള്ളവും ഒക്കെ പമ്പ് ചെയ്യുന്നത് കുറഞ്ഞതോടുകൂടി വീണ്ടും ചെറിയ രീതിയിൽ തീ ആളിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വലിയ രീതിയിൽ കപ്പലിനുള്ളിൽ തീ ആളി എന്നും രക്ഷാദൗത്യ സംഘം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ വളരെ ഒരു അപകടകരമായ രക്ഷാദൗത്യം ആണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ളത്. കപ്പൽ ചരിഞ്ഞു പോകുന്നതും ഒപ്പം തന്നെ കൂടുതൽ വെള്ളം ഇതിലേക്ക് കയറുന്നതും ഒക്കെ കപ്പൽ മുങ്ങാൻ ഇടയാക്കുമെന്നുള്ള
ഒരു ആശങ്കയുമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഇതിലെ ജീവനക്കാരെ കാണാനുള്ള കാര്യമാണ്. ജീവനക്കാരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കപ്പലിനുള്ളിലെ തീ പൂർണ്ണമായും അണച്ചതിനു ശേഷം മാത്രമേ ഈ സാൽവേജ് സംഘത്തിന് കപ്പലിനുള്ളിലേക്ക് ഇറങ്ങി കാണാതായ ജീവനക്കാർ കപ്പലിനുള്ളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. കാണാതായ ജീവനക്കാരെ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഇവർ കപ്പലിനുള്ളിൽ പെട്ടുപോയിരിക്കാമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് രക്ഷാ ദൗത്യ സംഘമുള്ളത്. എന്തായാലും കൂടുതൽ മഴ പെയ്യുന്നതും ഒപ്പം തന്നെ രക്ഷാ ദൗത്യ സംഘത്തിന് വെല്ലുവിളിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കടലിലെ കാലാവസ്ഥ പ്രതികൂലമാണ്. ഏതാണ്ട് 77 കിലോമീറ്റർ വേഗത്തിലാണ് കടലിൽ കാറ്റ് വീശുന്നത്. ഇതും രക്ഷാ ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാണ്. നിലവിൽ വാൻഹായ് കപ്പലുള്ളത് കേരള തീരത്തു നിന്നും 77 നോട്ടിക്കൽ മൈൽ അകലെയാണ്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കൗതുകകരമായ ഒരു വാർത്തയിലേക്ക് പോകാം. ഭാരതത്തിന്റെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിന് നെൽച്ചെടിയിൽ ഒരുക്കിയ ആദരവിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി വലിയുഴത്തിൽ അജയ്കുമാറാണ് കൃഷിയിടത്തിൽ വയലറ്റ് നെല്ലിൽ ഓപ്പറേഷൻ സിന്ദൂർ മാതൃക ഒരുക്കിയത്. റഫേൽ യുദ്ധവിമാനത്തിന്റെയും ജവാന്മാരുടെയും മനോഹര മാതൃകയാണ് നെൽച്ചെടിയിൽ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ, ഒപ്പം സൈനികരും. ഓപ്പറേഷൻ സിന്ദൂർ വർണ്ണാഭമായി നിറയുകയാണ് ഈ കൃഷിയിടത്തിൽ. അജയ് ഫാം ഉടമ അജയ്കുമാർ വെല്ലുടത്തിലും കർഷകനായ സുനിൽകുമാറും ചേർന്നാണ് പുല്ലാടുള്ള കൃഷിയിടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ആദരവ് ഒരുക്കിയത്. മധ്യപ്രദേശിൽ നിന്നുള്ള ചിന്നൂർ നെൽവിത്താണ് ചിത്രീകരണത്തിനായി കൂടുതലായി ഉപയോഗിച്ചത്. വയലറ്റ് നിറത്തിലുള്ളതാണ് ഈ നെല്ല്. നെൽവിത്തുകൾ ശേഖരിക്കുന്നതിനായി അജയ്കുമാറും സുനിൽകുമാറും മധ്യപ്രദേശിലെത്തിയപ്പോഴായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ ഈ കർഷകരുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് പുല്ലാട്ടെ കൃഷിയിടത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. കാര്യം നമ്മുടെ 26 നമ്മുടെ സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടതിന് പ്രതികാരമായിട്ട് നമ്മൾ ചെയ്തത് അത് പാടിയാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഞാനും ഉത്തമൻ ചേട്ടനും കൂടെ ഞങ്ങൾ മധ്യപ്രദേശിൽ ഈ എല്ലാ വർഷവും വ്യത്യസ്തമായ വിത്തുകൾ, അത് ഭാരതത്തിലെ വ്യത്യസ്തമായ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പല വിത്തുകളും ഇന്ന് പല കർഷകരും ഗ്രാമങ്ങളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ശേഖരണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ അറ്റാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം വിചാരിച്ചു സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ പാടിയിൽ നമുക്ക് എത്തിക്കാവുന്നു. അതിന് ചിന്നാർ എന്ന് പറഞ്ഞ ചിന്നാർ വയലറ്റ്, അവിടുത്തെ മധ്യപ്രദേശിലെ ഒരു വിത്താണ്, നാടൻ വിത്താണ്. അതാണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കളറിന് വേണ്ടിയിട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ ശേഖരിച്ച് ഔഷധ സമ്പന്നമായ കൃഷി വർഷങ്ങളായി നടത്തിവരികയാണ് ഈ കർഷകർ. ജനം, പത്തനംതിട്ട. PV അൻവറിന്റെ UDF മുന്നണി പ്രവേശനത്തിന് സമ്മർദ്ദം ചെലുത്താനൊരുങ്ങി മുസ്ലിം ലീഗ്. അൻവർ മുന്നണിയിലെത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതാക്കൾ. UDF യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, PV അൻവർ ഉന്നയിച്ച ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിലവിലിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ PV അൻവർ നേടിയ വോട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ UDF മുന്നണിയിലേക്ക് പ്രവേശനം ഉണ്ടായാൽ അത് നന്നായിരിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത്. നേരത്തെ തന്നെ ലീഗ് നേതാക്കളെ കാണുകയും ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി PV അൻവറിനും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ലീഗിന്റെ സമ്മർദ്ദം കോൺഗ്രസ് അംഗീകരിക്കുമോ? UDF യോഗത്തിൽ ഇത് ചർച്ചാ വിഷയമാകുമ്പോൾ ഏത് രീതിയിലാകും ചർച്ചകൾ മുന്നോട്ട് പോകുക എന്നുള്ളതും നോക്കിക്കാണേണ്ടതല്ലേ ദിസ്ന? തീർച്ചയായും രോഹിണി, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനെ കൂടെ കൂട്ടണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും 20,000-ലധികം വോട്ടുകളാണ് അൻവർ നേടിയത്. ഈ വോട്ടുകൾ എവിടെ നിന്ന് ലഭ്യമായി എന്നതടക്കം വിശകലനം ചെയ്തപ്പോൾ ഇടത് നേതൃത്വത്തിന്റെ വോട്ടുകൾ കൂടുതലായും അൻവറിന് ലഭ്യമായി എന്നൊരു കണക്കുകൂട്ടലിലാണ് നേതൃത്വം എത്തിയത് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അൻവറിന് ആ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ ചില
സ്വാധീനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിണറായിയോടൊപ്പം നിന്ന് പിന്നീട് പിണറായിസത്തിനെതിരെ വലിയ രീതിയിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെയും പറഞ്ഞത് അൻവർ തന്നെയാണ്. അൻവറിനെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ എടുക്കണമെന്നൊരു നിലപാട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കളാണ് ഇത് സാധ്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും UDFന്റെ കോൺഗ്രസിന്റെ നിലപാട് ഇത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും നൽകണ്ട എന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. മറിച്ച് യോഗത്തിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻവറിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ അൻവറിനോട് ഒരു അനുഭാവം ഉണ്ടായിരുന്നതും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. തന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങളോട് അൻവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ലീഗ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അൻവർ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നൊരു ചിന്താഗതി തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്. പ്രധാനമായും ഈ അൻവറിന് കൂടുതൽ വോട്ടുകൾ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഒക്കെ തന്നെയും ലീഗ് പിന്തുണയ്ക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ കോൺഗ്രസിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ ഈ ലീഗിന്റെ ഇടപെടലും എങ്ങനെയാണ് ഈ അൻവറിനെ മുന്നണി പ്രവേശനത്തിലേക്ക് സഹായിക്കുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട് രോഹിണി. ശരി ദിസ്ന, എന്തായാലും ലീഗിന്റെ സമ്മർദ്ദം കോൺഗ്രസ് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നുള്ളത് തന്നെയാണ്. ഇതേ വാർത്തയുമായി തന്നെ ശാലിനിയും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അൻവറിന്റെ മുന്നണി പ്രവേശനം UDF യോഗത്തിൽ ചർച്ച ചെയ്താൽ മതി എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതിയിലെ ഭിന്ന അഭിപ്രായത്തിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, UDFയിലേക്ക് അൻവറിനെ എടുത്താൽ അത് നല്ലതാകും എന്നുള്ളൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ കോൺഗ്രസ് എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് UDF യോഗത്തിൽ ചർച്ച ചെയ്താൽ മതി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഭിന്നാഭിപ്രായങ്ങളും ഉയരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. നിലവിൽ കോൺഗ്രസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രോഹിണി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ 10,000 വോട്ട് പോലും അന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ നേടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നു നിന്ന സ്ഥലത്താണ് വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ അല്ലെങ്കിൽ വോട്ട് ഷെയർ ഉയർത്താൻ അൻവറിന് സാധിച്ചിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ വ്യക്തമായൊരു സ്വാധീനം PV അൻവറിനുണ്ട് എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന CPMന്റെ യോഗങ്ങളടക്കം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UDFും അത് അംഗീകരിക്കുന്നത്. നിലമ്പൂരിൽ PV അൻവറിനുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു നില അത് UDFന് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം UDF നേതാക്കൾ ആവശ്യമായി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗം KPCCയിൽ ചേർന്നിരുന്നു. പ്രവർത്തക സമിതി യോഗമടക്കം ചേർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ യോഗത്തിലൊക്കെ ഒരു വിഭാഗം UDF നേതാക്കന്മാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമായും ഉന്നയിച്ചൊരു ആവശ്യം PV അൻവറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാം, കോൺഗ്രസിന്റെ മുതൽക്കൂട്ടാക്കാം എന്നുള്ളതാണ്. ഒരു വിഭാഗം ഇപ്പോഴും എതിർപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ കൂടിയാണ് UDFന്റെ യോഗം ചേർന്ന് ആ യോഗം തീരുമാനമെടുക്കട്ടെ ഇക്കാര്യത്തിൽ അന്തിമമായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത്. അത് മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ചില പ്രസംഗങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതികരിച്ചത്, ഒരു രീതിയിലും അയിത്തമില്ല അല്ലെങ്കിൽ അടുപ്പിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനിയും അവസരമുണ്ട് PV അൻവറിന് എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം PV അൻവർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. എന്നാലും അത് തെളിയിക്കുന്നതും അത് ചർച്ചയാകുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ UDF വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കും. ഒപ്പം തന്നെ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഒരു മുന്നണിയിലേക്ക് താൻ വരാം അല്ലെങ്കിൽ അത് ചർച്ചയാകാം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പല
ഘട്ടങ്ങളിൽ PV അൻവർ ഉന്നയിച്ചതാണ്. ആ ഘട്ടങ്ങളിലൊക്കെ VD സതീശൻ അടക്കമെടുത്ത നിലപാട് അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതുമൊക്കെയാണ്. ഈ ഘട്ടത്തിൽ മുന്നണിയിൽ ഒരു തർക്കമില്ലാതെ ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് PV അൻവറിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേർക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടക്കം വരാനിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും പല പഞ്ചായത്തുകളിലും അടക്കം PV അൻവറിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഈ സ്വാധീനമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മുതൽക്കൂട്ടാക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്കും അജണ്ടയിലേക്കും ഒക്കെയാണ് കോൺഗ്രസും UDF-ഉം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിൽ PV അൻവറിനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ചർച്ച നടത്തി PV അൻവർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിൽ മുസ്ലിം ലീഗ് അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ ഇടഞ്ഞു നിൽക്കുന്ന UDF നേതാക്കന്മാരെ ഒപ്പം നിർത്തിക്കൊണ്ടുമുള്ളൊരു തീരുമാനത്തിലേക്കും യോഗത്തിലേക്കും ഒക്കെ ആയിരിക്കും ഇനി UDF കടക്കാൻ പോകുക. എന്തായാലും UDF-ന്റെ മുൻപിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻപിൽ PV അൻവറിന് വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ PV അൻവർ അവിടെ മണ്ഡലത്തിൽ ശക്തനാണ് എന്ന് CPM അടക്കം വിലയിരുത്തിയ സാഹചര്യത്തിൽ CPM-ലേക്ക് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ PV അൻവറിനെ ഒപ്പം ചേർക്കാനുള്ള തുടർ നീക്കങ്ങളും UDF കോൺഗ്രസ് നേതൃത്വവും നടത്താനുള്ള സാധ്യതകളുമുണ്ട്. രോഹിണി. ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. UDF ക്ഷണത്തിന് പിന്നാലെ LDF-ൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മുന്നണി മാറുമെന്ന പ്രചാരണങ്ങൾ തള്ളിയെങ്കിലും UDF-ലേക്കുള്ള ക്ഷണം LDF-ൽ സമ്മർദ്ദം ചെലുത്താനുള്ള അവസരമായാണ് കാണുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കേരള കോൺഗ്രസ് ഹാപ്പിയാണെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ മുന്നണി വിപുലീകരണ പ്രസ്താവന, UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മുന്നണിയിലേക്കുള്ള ക്ഷണം, ഇതെല്ലാം LDF-ൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള അവസരമായി കേരള കോൺഗ്രസ് എം കാണുന്നു. മുന്നണി മാറ്റത്തെ പ്രത്യക്ഷത്തിൽ തള്ളുന്നുണ്ടെങ്കിലും സാധ്യതകൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. എന്നാൽ മുന്നണിമാറ്റ ചർച്ചകളെല്ലാം അന്തരീക്ഷത്തിൽ മാത്രമുള്ളതെന്നാണ് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞത്? ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മാർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിന് നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPI-യുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. കോട്ടയത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുന്നണി മാറ്റം സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ ഗതിമാറ്റത്തിന്റെ സൂചനയാണെന്നും അവസരം വിനിയോഗിക്കണമെന്നും മുതിർന്ന നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. സീറ്റ് വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. എല്ലാ ജില്ലകളിലും പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. മലയോര മേഖലകളിൽ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി സീറ്റുകളിലാണ് കണ്ണ്. ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തുകളിലും അധികം സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ജനം, കോട്ടയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വിദേശ സന്ദർശനത്തിന്. ജൂലൈ 2-3 തീയതികളിൽ ഘാന സന്ദർശിച്ചാണ് യാത്രയുടെ തുടക്കം. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പറയൂ. ഗുഡ് മോർണിംഗ് രോഹിണി. രാജ്യ തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഒരുങ്ങുന്നത്. അത് ആഫ്രിക്കൻ യൂണിയനുമായൊക്കെ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ആദ്യമായി അദ്ദേഹം യാത്ര ചെയ്യാൻ ആ വിദേശ പര്യടനത്തിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹം പോകുന്നത് ഘാനയിലേക്കാണ്. ജൂലൈ മാസത്തിൽ ആദ്യമാണ് 2-3 തീയതികളിലാണ് ഈ ഘാന സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നത്. ഊർജ പ്രതിരോധ വികസന പദ്ധതികളിൽ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് PMO വ്യക്തമാക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലും അർജന്റീനയിലും ബ്രസീലിലും സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. ബ്രസീലിൽ 5 മുതൽ 7 വരെ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ
പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. ആ ഉച്ചകോടിക്ക് ശേഷം ബ്രസീലിലെ ഭരണാധികാരികളുമായി അദ്ദേഹം നേരിട്ടുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. നമീബിയ കൂടി സന്ദർശിച്ച ശേഷമാകും ഇന്ത്യയിലേക്കുള്ള മടക്കം. അതായത് വിദേശ രാജ്യങ്ങളുമായി ഏത് സമയത്തും എല്ലായ്പ്പോഴും സുഗമമായ സുദൃഢമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ഇന്ത്യൻ നയം അതിൻ്റെ ഭാഗമായാണ് ഇത്തരം രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര, വിദേശ പര്യടനം നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വിദേശ സന്ദർശനത്തിന് ജൂലൈ 2, 3 തീയതികളിൽ ഘാന സന്ദർശിച്ചാണ് യാത്രയുടെ തുടക്കം. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് സൂംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ ആ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അതായത് വേണ്ടവർ പരിശീലിച്ചാൽ മതിയെന്നും ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ടെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇതിൽ വന്നിരിക്കുന്നത്. മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. നമുക്ക് വിവരങ്ങളുമായി ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സുംബ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്നത്. അല്പവസ്ത്രധാരിയായി ഇങ്ങനെ സംഗീതത്തിനനുസരിച്ച് തുള്ളേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവരുടെ ഭാഷ്യം. എന്തായാലും അതിനിപ്പോൾ CPM-ഉം സർക്കാരും ഒക്കെ വഴങ്ങുന്ന കാഴ്ചയാണോ നിലവിൽ കാണാൻ കഴിയുന്നത്? വേണ്ടവർ മാത്രം കളിച്ചാൽ മതി എന്നുള്ള ഒരു ലാഘവ മനോഭാവത്തോടു കൂടി നീങ്ങുന്ന പ്രവണത? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ പല പദ്ധതികളും ഇത്തരത്തിൽ മുസ്ലിം സാമുദായിക സംഘടനകളുടെ എതിർപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ആലോചിക്കുകയും മയപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ സ്കൂൾ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അവരുടെ എതിർപ്പും അതുമായി നടന്ന ചർച്ചകളും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് രോഹിണി. ഇപ്പോഴിതാ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഈ സൂംബ ഡാൻസ്, അതായത് വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഉല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൂംബ ഡാൻസ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പദ്ധതിക്കെതിരെയാണ് വലിയ വിമർശനവുമായി സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ മുസ്ലിം സാമുദായിക നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മുജാഹിദ് സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, TK അഷ്റഫ് ഉൾപ്പെടെ ഒക്കെ തന്നെയും രംഗത്ത് വന്നത് നമ്മൾ അതിൽ കണ്ടിരുന്നു. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ മൊബൈലിൽ താളം പിടിച്ച് ആണും പെണ്ണും അല്പവസ്ത്രധാരിയായി ഒക്കെ തന്നെയും തുള്ളുന്നത് അനുവദിക്കാൻ കഴിയില്ല, തങ്ങളുടെ മകനെ അങ്ങനെ അത്തരത്തിൽ വിടില്ല എന്നതൊക്കെയാണ് ഇന്നലത്തെ TK അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും അത്തരത്തിലൊരു ചിന്താഗതി വെച്ചു പുലർത്തുന്ന സാമുദായിക നേതാക്കളുടെ വാക്കുകൾ ഈ CPM എടുക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇന്നലെ MV ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അതിൽ പറഞ്ഞത് വേണ്ടവർ കളിച്ചാൽ മതി എന്നൊരു നയം, മയപ്പെടുത്തൽ സമീപനത്തിലേക്ക് CPM കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിലൊക്കെ തന്നെയും ലക്ഷ്യം വെക്കുന്നത് വോട്ടാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവരെ ചൊടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇവരെ പിണക്കിയാൽ, ഈ സാമുദായിക നേതാക്കളെ പിണക്കുകയാണെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂടിയും ഈ സാമുദായിക നേതാക്കളെ പിണക്കുന്നത് വലിയൊരു ഭയത്തിലേക്ക് അല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ് രോഹിണി. എന്തായാലും ആ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി, മയപ്പെടുത്തലുകൾ വന്നു തുടങ്ങി. ഇന്നലെ അടക്കം SFIയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു സാമുദായിക സംഘടനയെ അവർ എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ലഹരിക്കെതിരായ കൂട്ടായ്മയിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോഴും മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉയർന്നു വന്ന ചോദ്യം എന്ന് പറയുന്നത് അതിനെ എതിർത്ത് വന്നിരിക്കുന്നത് മുസ്ലിം സാമുദായിക സംഘടനകൾ മാത്രമാണ്. പക്ഷെ അതിനു വേണ്ടി പ്രതികരിക്കുവാൻ SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് രോഹിണി നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനകം ഈ ശിവൻകുട്ടിയുടെ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കാണുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയം നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാം ഈ പല വിഷയങ്ങളിലും ഈ കുളു മണാലിയിൽ യാത്ര ചെയ്തവരെ പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെയും ഈ സാമുദായിക നേതാക്കന്മാർക്കിടയിൽ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ
സ്കൂളുകളിൽ ഈ സമയവുമായി ബന്ധപ്പെട്ട ഉണ്ടായ തർക്കങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ ഈ സൂംബ ഡാൻസ് സംഭവത്തിലും ഇപ്പോൾ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണുക എന്നത് വളരെ വ്യക്തമായി സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട വരും നിമിഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം രോഹിണി. എന്തായാലും ആ നിലപാടുകൾ മയപ്പെടുത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. 1.5 മാസത്തോളമായി കടുവയ്ക്കായി തിരച്ചിൽ നടത്തിവരികയാണ്. ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ തിരിഞ്ഞ കടുവയെ വെടിവെച്ചെങ്കിലും കടുവ ഓടി രക്ഷപ്പെട്ടിരുന്നു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, കഴിഞ്ഞ 1.5 മാസമായി കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ ഫലം കണ്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ദൗത്യം തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, കഴിഞ്ഞ 1.5 മാസത്തോളമായി കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ഇപ്പോഴും ദൗത്യം തുടരുക തന്നെയാണ്. രാവിലെ 9 മണിയോട് കൂടി തന്നെ ദൗത്യ സംഘം തിരച്ചിൽ ആരംഭിക്കും. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് നരഭോജി കടുവ കാളിക്കാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടിച്ചു കൊന്നത്. അതിനുശേഷം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. തുടർന്ന് 60 പേരടങ്ങുന്ന ദൗത്യ സംഘമാണ് തിരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പല സമയങ്ങളിലും ദൗത്യസംഘം വനത്തിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറയിലെല്ലാം തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ചില മേഖലകളിലെല്ലാം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ അടക്കം കണ്ടെത്തിയിരുന്നു. പക്ഷേ കടുവയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പല ഭാഗങ്ങളിലും കടുവയെ 2-3 തവണ നേരിട്ട് കണ്ടെങ്കിലും ആ സമയങ്ങളിലൊന്നും തന്നെ കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കടുവ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ കടുവ ആക്രമണം നടത്തി. കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടി. ആ സമയത്ത് പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് ദൗത്യസംഘം കടുവയെ വെടിവെച്ചു. പിന്നീട് കടുവ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷവും ഏറെ നേരം കടുവയെ പിടികൂടാൻ ദൗത്യസംഘം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കാളിക്കാവ് മേഖലയിലാണ് ഈ കടുവ ഉള്ളത്. അതിനുള്ളിലുള്ള വനത്തിനുള്ളിലാണ്. ഇത് ദുർഘട പാതയാണ്. വലിയ കയറ്റവും കുന്നും കുഴികളും എല്ലാം തന്നെയുള്ള വലിയ ദുർഘടം പിടിച്ച ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യം വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത്. എന്തായാലും 1.5 മാസമായിട്ടും ഇതുവരെ ദൗത്യസംഘത്തിന് കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. മകന്റെ തിരോധാനത്തെ ചുറ്റിപ്പറ്റി 13 വർഷമായി തുടരുന്ന ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അച്ഛനും അമ്മയും. കണ്ണൂർ പറമ്പായിയിലെ പ്രകാശനും ഭാര്യ മൈഥിലിയുമാണ് ഒരുനാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നത്. മുസ്ലിം യുവതിയുമായി ഉണ്ടായ സൗഹൃദത്തിന്റെ പേരിൽ മതതീവ്രവാദികൾ നിഷാദിനെ ഇല്ലാതാക്കി എന്ന സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. 2012 ഒക്ടോബർ 21 രാത്രിയാണ് നിഷാദിനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ആരോ വിളിച്ചുകൊണ്ടുപോയത്. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. നിഷാദിന് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട യുവതിയുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണങ്ങൾ. ഉത്തരം ലഭിച്ചില്ല. 13 വർഷത്തോളമായി കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനും നിഷാദ് എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 13 കൊല്ലമായിട്ട് ഒരു കേസ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഒന്നിക്കല്ല ഒന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നാൽ രണ്ടാമതൊന്നും അറിയണം നമുക്ക്. അതുകൂടാണ്ട് നാട്ടുകാർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നു പോകുന്നേ ഉള്ളൂ. ഒരു കല്യാണം പറയാൻ വരും, വന്ന് പറഞ്ഞങ്ങ് പോവും പോലീസ്. ഇതിനിടെ 2018 ഒക്ടോബർ 10 ബംഗളൂരു സ്ഫോടനക്കേസിലെ പ്രതി PA സലീമിനെ NIA അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ നിഷാദിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ എടുത്തതായി ഇയാൾ വെളിപ്പെടുത്തി. കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായും സലീം മൊഴി നൽകി. പറമ്പായിൽ സലീം ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലൊക്കെ ക്രൈംബ്രാഞ്ച് കുഴിച്ചു നോക്കി. എന്നിട്ടും ഫലമുണ്ടായില്ല. കേസിന് പിറകെ നടന്നു വയ്യാതായ നിഷാദിന്റെ അമ്മ പറയുന്നു, മകന് എന്തു പറ്റിയെന്നെങ്കിലും തനിക്ക് അറിയണമെന്ന്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരു നീതിമായി താനക്ക്. പിന്നെ ഞാൻ എന്നാ വേണ്ട, ഇങ്ങനെ ഒരു അമ്മക്കും ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുമോ. ഒരു പതിറ്റാണ്ടിന് മുകളിലായി മകനെ കാത്തിരിക്കുന്ന ഈ കുടുംബം നീതിയല്ലാതെ മറ്റൊന്നും ഇപ്പോഴും ആവശ്യപ്പെടുന്നില്ല. ജനം, കണ്ണൂർ. കോഴിക്കോട് 2 ഇടങ്ങളിൽ തീപിടുത്തം. മാവൂരിൽ ഇരുചക്രവാഹന ഷോറൂമിനും ഈങ്ങാപ്പുഴയിലെ തടി മില്ലിനുമാണ് തീപിടുത്തമുണ്ടായത്. 2ഇടത്തെയും തീ അണച്ചു. ദിസ്ന ചേരുന്നു. ദിസ്ന, 2ഇടത്തെയും തീ അണച്ചു എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
തീർച്ചയായും രോഹിണി, രണ്ടിടത്തെയും തീ അണച്ചു എന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. രണ്ടിടങ്ങളിൽ, അത് ഒന്ന് കോഴിക്കോട് മാവൂരിൽ ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീ പിടിച്ചത്, മറ്റൊന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ മില്ലിലാണ് തീ പിടിച്ചത്. ഈ തടി മുറിക്കുന്ന യന്ത്രത്തിൽ നിന്നാണ് ഈ മില്ലിൽ തീ പിടിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ തന്നെ അഗ്നിശമന സേന എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഈ ഷോറൂമിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചതായാണ് വിവരം നമുക്ക് ലഭ്യമാകുന്നത്. 8 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് കണക്കുകൾ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. KMH മോട്ടോഴ്സിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഇരുചക്ര വാഹനത്തിലെ തീപിടുത്തത്തിനെ സംബന്ധിച്ച് എന്താണ് കാരണം എന്നത് വ്യക്തമായിട്ടില്ല. പ്രാഥമിക നിഗമനത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഇരുചക്ര വാഹനത്തിൽ തീപിടുത്തത്തിലുണ്ടായത്. എന്തായാലും രണ്ടിടങ്ങളിലെയും തീ അണയ്ക്കാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് രോഹിണി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം അട്ടിമറിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി BMS. തിരിമറി നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘം രംഗത്തെത്തി. സാധാരണ ജീവനക്കാരെ വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലമാറ്റത്തിൽ വ്യാപക അട്ടിമറി നടന്നതായുള്ള വാർത്ത രേഖകൾ സഹിതം ജനം TV-യാണ് പുറത്തുവിട്ടത്. 5 കിലോമീറ്റർ പരിധിയിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസുകൾ ഒറ്റ ക്ലസ്റ്ററായി പരിഗണിക്കണമെന്ന വ്യവസ്ഥ അട്ടിമറിക്കാൻ GSpark സംവിധാനത്തിൽ ഓഫീസ് വിവരങ്ങൾ ഉൾപ്പെടുത്താതെയായിരുന്നു തട്ടിപ്പ്. ഇതോടെ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ള ഓഫീസുകളിലേക്ക് ആർക്കും ട്രാൻസ്ഫർ നൽകുന്ന ചട്ടം മറികടന്ന് ഒരേ കെട്ടിടത്തിലെ വ്യത്യസ്ത ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റം സ്വന്തമാക്കിയവരും നിരവധി. സാധാരണ ജീവനക്കാർക്ക് സ്വാഭാവിക നീതി പ്രകാരം ലഭ്യമാകേണ്ട സ്ഥലം മാറ്റം അട്ടിമറിച്ചതിൽ പ്രതിഷേധവുമായി BMS യൂണിയനായ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘം രംഗത്തെത്തി. സുതാര്യമാക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലും വളരെ സ്ഥാപിത താല്പര്യക്കാര് ഇത് നിർവഹിച്ചിരുന്ന അതിന്റെ ചുമതലയുള്ള ആൾക്കാർ ഏകപക്ഷീയമായിട്ട് ജീവനക്കാരെ തലങ്ങും വിലങ്ങും ദൂരസ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റിക്കൊണ്ട് ഇത് അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘിന്റെ BMSന്റെ ആഭിമുഖ്യത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ 400-ലധികം ജീവനക്കാർ തങ്ങളുടെ ഡാറ്റാബേസിലുള്ള GSparkലെ അടിസ്ഥാന വിവരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് സ്ഥലം മാറ്റി നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് BMSന്റെ നേതൃത്വത്തിൽ ഒരു വിവരശേഖരണം നടത്തിക്കൊണ്ട് ക്രമക്കേട് നടത്തിയവർക്കും കൂട്ടുനിന്നവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട സംഘടനാ നേതാക്കൾ വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ K. ജീവൻ ബാബു IAS പരാതി നൽകി. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ക്രമക്കേടുകൾ വ്യാപകം. 3 വർഷം ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ സ്ഥലം മാറ്റുന്നത് തടയാൻ ജോലി ചെയ്ത കാലാവധി കുറച്ചു കാട്ടിയുള്ള തട്ടിപ്പും നേരത്തെ കണ്ടെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. ബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പെൺകുട്ടിയുടെ മൊഴി പുറത്ത്. കാലു പിടിച്ചു കരഞ്ഞിട്ടും തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര വെറുതെ വിട്ടില്ലെന്ന് ഇര. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിക്കാൻ അപേക്ഷിച്ചെങ്കിലും അതും ചെയ്തില്ല. സെക്യൂരിറ്റി ഗാർഡിനെ ഭീഷണിപ്പെടുത്തുകയും കോളേജിന്റെ പ്രധാന ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂരമായ പീഡനം എന്ന് തന്നെയാണോ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ. രോഹിണി, ബംഗാളിൽ മമതാ ബാനർജിക്ക് കീഴിൽ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാകാത്ത സാഹചര്യമാണ് എന്നുള്ള വിവരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗം നേതാവാണ്, അവിടം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ നേതാവാണ് ഇപ്പോൾ അവിടെ ഒരു നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്യധികം ഭീകരം എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. കാരണം അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: താൻ കാല് പിടിച്ച് കരഞ്ഞിട്ടും തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര തന്നെ വെറുതെ വിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സെക്യൂരിറ്റി റൂമിൽ മനോജിത് മിശ്ര ഉപദ്രവിക്കുമ്പോൾ മറ്റ് 2 പേർ കൂടി, 2 പ്രതികൾ കൂടി അത് നോക്കി നിന്നു എന്ന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായ തന്നെ ആശുപത്രിയിലെത്തിക്കാൻ അപേക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡ് തന്നെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ സെക്യൂരിറ്റി ഗാർഡ് ശ്രമം നടത്തിയപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും കോളേജിൻ്റെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടെന്നും ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഈ പെൺകുട്ടിയെ മറ്റാരും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടു എന്നുമാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. പീഡന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ തൃണമൂൽ നേതാവ് ചെയ്തു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി നേതാവ് ഇങ്ങനെയൊരു ചെയ്തി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ RG കർ മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു സംഭവം നടന്നു എന്നുള്ളത്.
ഒപ്പം തന്നെ ഹോക്കി സ്റ്റിക്ക് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നു. തൻ്റെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ ഇര പറയുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നേരത്തെ നമ്മൾ കണ്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയൊക്കെ തന്നെ കള്ളക്കേസിൽ അടയ്ക്കുന്നതും ക്രൂരമർദ്ദനത്തിനിരയാക്കുന്നതും കൊന്ന് കെട്ടിത്തൂക്കുന്നതുമൊക്കെ നമ്മൾ ബംഗാളിൽ കണ്ടിരുന്നു. CPIM-ൻ്റെ MLA പോലും കൊന്ന് കെട്ടിത്തൂക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ബംഗാളിൽ നിന്നും കണ്ടതാണ്. വലിയ വർഗീയ കലാപങ്ങൾ ബംഗാളിൽ നമ്മൾ കണ്ടു. ബംഗാളിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്, ആർജിക്കർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സ്ത്രീ സുരക്ഷിതമല്ല ബംഗാൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടെത്തി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വനം വകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പിടികൂടാനായില്ല. പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശിവദാസ് ചേരുന്നു. ശിവദാസ് പറയൂ. രോഹിണി, ഇന്നലെ രാത്രിയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ മേഖലയിൽ, പെരിന്തൽമണ്ണയിലെ മണ്ണാർമല മേഖലയിൽ, ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നുണ്ട്. മുൻപ് ചില വളർത്തുമൃഗങ്ങളെയെല്ലാം കടിച്ചു കൊന്നിരുന്നു. പക്ഷേ ഇതുവരെ മനുഷ്യന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിലാണ് ഈ പുലി ഇറങ്ങുന്നത്. പലപ്പോഴും രാത്രി കാലങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസമാണ് ഇവിടെ വനം വകുപ്പ് ഒരു ക്യാമറ കൂട് സ്ഥാപിച്ചത്. പക്ഷേ ഈ കൂട്ടിൽ പുലി പെട്ടിട്ടില്ല. ഇതിനുശേഷം നാട്ടുകാർ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണം, പുലിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതിയെല്ലാം തന്നെ നൽകിയിരുന്നെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു നടപടിയോ ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോഴും ഈ മേഖലയിലുള്ള ആളുകൾ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. കാരണം ഇപ്പോഴും ജനവാസ മേഖലയിൽ പലപ്പോഴായി പുലി ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. മുൻപും ഇത്തരത്തിൽ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പക്ഷേ പുലിയെ ഇപ്പോഴും പിടികൂടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടികൾക്കോ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. രോഹിണി. ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ ഇടപെട്ട കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് നിർണായകം. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി കേരള VC-ക്ക് മുൻപിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. മറുപടി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഗൗരവതരമായി കണക്കാക്കുമെന്നും VC-യുടെ മുന്നറിയിപ്പുണ്ട്. അതേസമയം പുസ്തക പ്രകാശനം സംഘടിപ്പിച്ച ശ്രീ പത്മനാഭ സേവാ സമിതി ഭാരവാഹികൾക്കെതിരെ VC അറിയാതെ പോലീസിന് പരാതി നൽകിയതിലും നടപടിക്ക് സാധ്യതയുണ്ട്. S. ശാലിനി ചേരുന്നു. ശാലിനി, കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ ഇടപെട്ട കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് ഏറെ നിർണായകമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അതായത് VC-ക്ക് മുൻപിൽ ഇന്ന് മറുപടി നൽകണം. അതോടൊപ്പം തന്നെ VC അറിയാതെ ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീ പത്മനാഭ സേവാ സമിതി ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിലും ഒരുപക്ഷെ രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, 25-ാം തീയതിയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് പത്മനാഭ സേവാ സമിതി ഇത്തരത്തിലൊരു പുസ്തക പ്രകാശനം, അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാശടച്ച്, അതായത് 64,000-ലധികം രൂപ പണമടച്ച് രസീത് കൈപ്പറ്റിയതിനു ശേഷമാണ് ആ ഹോള് അവർ ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷമാണ് ഈ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രജിസ്ട്രാർ കൂടിയായ KS അനിൽകുമാർ ആ വിഷയത്തിൽ ഇടപെടുകയും ആ വേദിയിലെത്തിയ ചിത്രം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിന് പിന്നാലെ ഈ പരിപാടി റദ്ദ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നേരിട്ട് തന്നെ ഗവർണറെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പരിപാടി റദ്ദ് ചെയ്യാതെ തന്നെ മുൻകൂട്ടി ഒരു രീതിയിലുമുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ പരിപാടി റദ്ദ് ചെയ്യുകയാണ്, വരേണ്ടതില്ല എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ KS അനിൽകുമാറിനെതിരെ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പത്മനാഭ സേവാ സമിതി VC-ക്ക് മുൻപാകെ ഇപ്പോൾ പരാതി രജിസ്ട്രാർക്കെതിരെ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ
രാജ്ഭവൻ നേരിട്ട് VC-യോട് ഈ വിഷയങ്ങളിൽ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ VC തന്നെ നേരിട്ട് രജിസ്ട്രാറോട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് അന്ത്യശാസനം എന്നോണം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ പരിപാടി റദ്ദ് ചെയ്യാനുള്ള നിർദ്ദേശം രജിസ്ട്രാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ ആ നൽകിയിട്ടുള്ള രേഖ അത് കൃത്യമായി തനിക്ക് മുൻപിൽ ഹാജരാക്കണമെന്ന് VC ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഏതർത്ഥത്തിലാണ് ഈ ഒരു പരിപാടിയിൽ, അതായത് ഗവർണർ എത്തുന്ന പരിപാടിയാണ്, പ്രോട്ടോകോൾ ഉള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു കിടക്കുന്ന വേദിയിലേക്ക് രജിസ്ട്രാർ എന്തിന് SFI KSU പ്രവർത്തകരെ വിളിച്ചു വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലും VC വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ രേഖാമൂലം തന്നെ തനിക്ക് മറുപടി നൽകണം. മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ആ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി VC രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരു നിർണായക ദിനം തന്നെയാണ് രജിസ്ട്രാർക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ രാജ്ഭവൻ നേരിട്ട് രജിസ്ട്രാറെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ തെളിയുകയാണ്. പ്രത്യേകിച്ച് ഒരു സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടാനാണ് രജിസ്ട്രാർക്ക് ചുമതലയുള്ളത്. കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾ 1977 പ്രകാരം ഇത്തരത്തിൽ അവിടെ നടക്കേണ്ട പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഇടപെടേണ്ട ആവശ്യം രജിസ്ട്രാർക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇടപെടേണ്ടതായി വന്നാൽ അത് VC അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പത്മനാഭ സേവാ സമിതിക്കെതിരെയും സംഘാടകർക്കെതിരെ അടക്കം പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയും അടക്കം DGPക്ക് രജിസ്ട്രാർ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി നൽകാനുള്ള കീഴ്വഴക്കമോ ചട്ടമോ ഒന്നും രജിസ്ട്രാർക്ക് നിലവിലില്ല. അത് ചെയ്യേണ്ടത് VC-യാണ്. VC-യുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയ രജിസ്ട്രാർക്കെതിരെ കൃത്യമായ നടപടിക്കാണ് സാധ്യതകൾ തെളിയുന്നത്. കൂടാതെ തന്നെ പത്മനാഭ സേവാ സമിതി നൽകിയിട്ടുള്ള പരാതിയിലും VC എടുക്കുന്ന നടപടി നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഷിജു ഖാൻ അടക്കമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലെത്തി വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങളും ഒപ്പം തന്നെ ചില ഗൂഢാലോചനയും പരിപാടി അലങ്കോലമാക്കാനുമുള്ള ഇടപെടൽ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ശ്രീ പത്മനാഭ സേവാ സമിതി ഉന്നയിക്കുന്നത്. അത് തെളിയിക്കുന്ന രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ ഈ VC-ക്ക് മുൻപാകെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഒരു ഭാഗത്ത് സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു, മറുഭാഗത്ത് VC-ക്ക് നൽകുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ VC-ക്ക് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് VC കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നമുക്കറിയാം പല ഘട്ടങ്ങളിലും കേരള സർവകലാശാലയിൽ നടക്കുന്ന പല ഇടപെടലുകളിലും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രൊഫസർ KS അനിൽകുമാർ രജിസ്ട്രാർ പല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഒരു അവസാന നടപടി എന്നോണമാണ് ഈ ഒരു പരിപാടിയിൽ ചില ഗൂഢാലോചനകൾ നടത്തി ഇടപെടൽ നടത്തിയെന്നാലും അതിൽ തക്കതായ നടപടിക്ക് VC-യും രാജ്ഭവനും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായകമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു രജിസ്ട്രാർക്ക് ഇന്നേ ദിവസം. രോഹിണി. അതെ, തീർച്ചയായും ശാലിനി തുടരുക. ശാലിനി പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രാർക്ക് ഏറെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ശാലിനി തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ VC-ക്ക് പരാതി നൽകിയിരിക്കുകയാണ് ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ളത്. അവരായിരുന്നല്ലോ അതിലെ സംഘാടകർ. അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാണ് VC-ക്ക് ഇവർ നൽകിയിരിക്കുന്ന കത്ത്. കാരണം ഈ മാസം 25-ന് സെനറ്റ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഒരുതരം ഗൂഢാലോചന നടത്തി അത് റദ്ദാക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്, അല്ലേ? പ്രോട്ടോകോൾ ലംഘിച്ച് വേദിയിൽ കയറി നിയമലംഘനം നടത്തി എന്നും പരാതിയിൽ പറയുന്നുണ്ടല്ലോ ശാലിനി. രോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. 25-ാം തീയതി നടക്കുന്ന പരിപാടി 5:30-നാണ് സെനറ്റ് ഹാളിൽ നടത്താനായി നിശ്ചയിച്ചിരുന്നത്. 5:30-ന് നടത്താനിരുന്ന പരിപാടിയിൽ ഗവർണർ എത്തുന്നത് 6 മണിക്ക് ശേഷമാണ്. അതായത് ആ സമയത്ത് എന്തിന് SFI പ്രവർത്തകർക്കൊപ്പം അവിടെ തുടർന്നു രജിസ്ട്രാർ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, 14 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹാള് നിശ്ചിത തുക അടച്ച്, അതായത് 64,000-ലധികം തുക അടച്ച് ആ ഹാള്, സെനറ്റ് ഹാൾ പൂർണ്ണമായും പത്മനാഭ സേവാ സമിതി ഏറ്റെടുത്തതാണ്. അതിനുശേഷം ഈ പ്രോട്ടോകോൾ സംവിധാനങ്ങളുണ്ട്. ഗവർണർ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ പോലീസും ഡോസ്കോഡും ഒക്കെ എത്തി ആ സീറ്റുകളടക്കം പരിശോധിച്ച് അവിടെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. ആ സമയം മറ്റാർക്കും ആ വേദിയിലേക്ക് പ്രവേശിക്കാൻ, സംഘാടകർക്ക് പോലും ഒരു പക്ഷേ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കില്ല. പിന്നീട് ഗവർണർ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരും വേദിയിലേക്ക് കയറുകയൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ട വേദിയിലേക്ക് ഈ രജിസ്ട്രാർ എത്തുകയും രജിസ്ട്രാറെ വേദിയിൽ കയറുകയും കൂടാതെ തന്നെ SFI പ്രവർത്തകരെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ
നേതാവായ ഷിജു ഖാനെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒപ്പം നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ ആ വേദിയിൽ നിന്നുകൊണ്ട് പ്രതികരണങ്ങളും പത്രസമ്മേളനങ്ങളും അടക്കം നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് VC-ക്ക് മുൻപാകെ ഇപ്പോൾ ശ്രീ പത്മനാഭ സേവാ സമിതി പരാതി നൽകിയിട്ടുള്ളത്. കൂടാതെ പണമടച്ച രസീതിന്റെ കോപ്പി, ഒപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന അനിൽകുമാർ സ്വീകരിച്ച നടപടികളുടെ ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫ് അടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകിക്കൊണ്ടാണ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വകുപ്പ് തല നടപടി എന്നോണം സസ്പെൻഷൻ, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. കാരണം ഒരു പരിപാടി അലങ്കോലമാക്കാൻ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്താമോ ആ ഇടപെടലുകളൊക്കെ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വീഴ്ചകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. ഭാരതാംബ ചിത്രം എന്നുള്ളത് ദേശീയതയുടെ ചിഹ്നമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയും കാഴ്ചപ്പാടോടെയാണ് ആ ചിത്രം അവിടെ വെച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു രാഷ്ട്രീയം കലർത്തിയല്ല തങ്ങൾ ഈ ചിത്രം അവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി പറയുന്നത്. ആ ചിത്രമാണ് അവിടെ നിന്ന് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി മാറ്റാനുള്ള ശ്രമം രജിസ്ട്രാർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ പരാതി VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഈ വിഷയത്തിൽ എടുക്കുന്ന നടപടി നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷക്കാരനായി മാത്രം നിന്നുകൊണ്ട് രജിസ്ട്രാർ പെരുമാറി എന്നതടക്കമുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്മനാഭ സേവാ സമിതി അംഗങ്ങൾക്കെതിരെ അടക്കം DGP-ക്ക് മുൻപാകെ രജിസ്ട്രാർ പരാതി നൽകിയിരുന്നു. ആ പരാതികളൊക്കെ തെറ്റാണ്. കൂടാതെ തന്നെ പരിപാടി റദ്ദാക്കിയതായി തങ്ങളെ ഗവർണർ എത്തുന്നതിന് ശേഷമാണ് അറിയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പരിപാടി റദ്ദാക്കിയെന്ന് തങ്ങളെ അറിയിക്കുന്നതിന് മുൻപ് രാജ്ഭവനിലേക്ക് ഡയറക്റ്റ് വിളിച്ച് രജിസ്ട്രാർ പറഞ്ഞതിലടക്കം ഗുരുതര വീഴ്ചയുണ്ട്, ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചട്ടങ്ങൾ ലംഘിച്ച ഒരു രജിസ്ട്രാർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി VC-ക്ക് അയച്ച കത്തിൽ പറയുന്നത്. എന്തായാലും നിർണായക നടപടി ഇന്ന് VC-യുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി, ശരി. കൈക്കൂലി കേസിന്റെ വിശദാംശങ്ങൾ ED-ക്ക് കൈമാറാതെ വിജിലൻസ്. FIR, അറസ്റ്റിലായവരുടെ മൊഴിപ്പകർപ്പുകൾ എന്നിവയാണ് ED-യുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗമായ STF-ന് കൈമാറാത്തത്. കേസിൽ ഒന്നാം പ്രതിയാക്കിയ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകളുടെ അഭാവമാണ് മൊഴികളടക്കം കൈമാറാത്തതിന് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഈ ED കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വിജിലൻസ് ഇതുവരെ ED-ക്ക് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ആ കാലതാമസം? രോഹിണി, FIR ഒപ്പം തന്നെ മൊഴികളുടെ പകർപ്പ് ഇവയാണ് ED ഉദ്യോഗസ്ഥർക്ക് ED-ക്ക് വിജിലൻസ് കൈമാറാത്തതും. ED ഉദ്യോഗസ്ഥനെ പ്രതിയാക്കാൻ തക്ക തെളിവുകളില്ലായിരുന്നിട്ടും ED-ക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ED ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിട്ടുള്ളത്. കരൂന്നൂർ കള്ളപ്പണ കേസിലടക്കം CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് ഉണ്ടായി. അതൊക്കെ തന്നെ ED കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയെന്നോണമാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിക്കൊണ്ട് വിജിലൻസ് എത്രയും പെട്ടെന്ന് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ED ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ കള്ളപ്പണ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ED ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ 2 കോടി രൂപ ആവശ്യപ്പെടുകയും ഇതിൽ 2 ലക്ഷം രൂപ കൈമാറുമ്പോഴാണ് തമ്മനം സ്വദേശിയായ വിൽസൺ പിടിയിലായത്. കേസിലെ പ്രതിയായ അനീഷ് ബാബുവാണ് പരാതിക്കാരൻ. എന്തായാലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസമായിട്ടും ശേഖർ കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന പണം ഷെൽ കമ്പനികളിലടക്കം നിക്ഷേപിക്കുകയാണ് എന്നാണ് വിജിലൻസ് പറഞ്ഞിരുന്നത്. ഈ ഷെൽ കമ്പനികളിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി മുംബൈയിലെ ബോറോ കമ്മോഡിറ്റീസിൽ അടക്കം വിജിലൻസ് പരിശോധന നടത്താൻ പോയിരുന്നു. ഈ വിജിലൻസ് പരിശോധന നടത്താനെത്തിയ സമയം ഈ ഒറ്റമുറിയുള്ള ഈ ബോറോ കമ്മോഡിറ്റീസ് എന്ന സ്ഥാപനം അവിടെ പൂട്ടിയ നിലയിലായിരുന്നു. അത്തരത്തിൽ ശേഖർ കുമാറിനെതിരെ ഉള്ള തെളിവുകൾ ശേഖരിക്കാൻ വിജിലൻസ് നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ പാളിയിരുന്നു. തുടർന്ന് ED ആവശ്യപ്പെട്ട തെളിവുകളൊന്നും തന്നെ നൽകാൻ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ സമയാസമയങ്ങളിൽ ED കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും ED-ക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിജിലൻസ് ശേഖർ കുമാറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിൽ ED ആവശ്യപ്പെട്ട തെളിവുകളൊന്നും തന്നെ നൽകാൻ വിജിലൻസിന് കഴിയാതെ പോയത്. രോഹിണി, അതെ, നിഷ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് തെളിവുകളുടെ അഭാവമാണ് മൊഴികളടക്കം കൈമാറാത്തതിന് പിന്നിൽ എന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ നേരത്തെ തന്നെ നിഷ പറഞ്ഞതുപോലെ ഈ പണത്തിന്റെ ഉറവിടം അത് എവിടെയാണ് ചിലവഴിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വിജിലൻസിന് അതിന്റെ കൃത്യതയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ അന്വേഷണം വളരെ തിടുക്കപ്പെട്ട് ആദ്യം നടത്തുകയും പക്ഷേ തെളിവുകളൊന്നും ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ
നിലവിലുള്ളത്? അല്ലെങ്കിൽ ഇ ഡിക്ക് മുൻപാകെ വിജിലൻസിനെ തെളിവുകളൊക്കെ കൈമാറുന്നതിൽ വിമുഖത എന്തിനാണ്? ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് നൽകാവുന്നതല്ലേ ഉള്ളൂ. രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇ ഡിക്കെതിരെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ാക്കിയിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെതിരെ തെളിവ് ശേഖരിക്കാനുള്ള വിജിലൻസിന്റെ ശ്രമങ്ങളെല്ലാം പാളി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും ഈ ഇത്തരത്തിൽ എന്ത് തെളിവാണ് ഇ ഡിക്കെതിരെ ഉള്ളത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ട് കോടതിയിൽ നൽകാൻ പോലും വിജിലൻസിന് കഴിയാതിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഏജന്റുമാർ ആവശ്യപ്പെടുന്ന പണം മുംബൈയിലടക്കമുള്ള ഷെൽ കമ്പനികളിലേക്ക് പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഈ വിവരവും കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഷെൽ കമ്പനികളിലടക്കം ഈ പണം നിക്ഷേപിച്ചതിന് എന്തിനേറെ പറയുന്നു, ഈ ഷെൽ കമ്പനികൾ പോലും കണ്ടെത്താനായി വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുംബൈയിലടക്കം ഇത്തരം ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ കടലാസ് കമ്പനികളാണ് എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. വിജിലൻസിനെതിരെയുള്ള കേസുമായി ഇ ഡി മുമ്പോട്ട് പോകുമ്പോൾ പോലും ഈ എല്ലാ രേഖകളും നൽകാനായി വിജിലൻസ് ആവശ്യപ്പെട്ട എല്ലാ തരത്തിലുള്ള രേഖകളും നൽകി അന്വേഷണത്തോട് സഹകരിക്കുകയായിരുന്നു ഇ ഡി ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ എന്തൊക്കെ രീതിയിലുള്ള തെളിവാണ് ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാനായി ഇതുവരെ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. CPM നേതാക്കൾ പങ്കാളികളായ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലടക്കം കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞിരുന്നു. ഇതിന്റെ പ്രതികാര നടപടി എന്നോണമാണ് ഇ ഡിക്കെതിരെയുള്ള ഈ വിജിലൻസിന്റെ ഈ കേസ്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച തുമ്പ VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകളും വിവാദത്തിൽ. സർവീസ് ചട്ടം മറികടന്ന പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രമോദ് വിമർശിച്ചിരുന്നു. ഇടത് സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായ പ്രമോദിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ജനം TV വാർത്തയിലൂടെയാണ് പ്രമോദിന്റെ രാജ്യവിരുദ്ധ പരാമർശം പുറം ലോകം അറിഞ്ഞത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചെയ്തിരുന്നു. പ്രശാന്ത്, ജനം TVയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, ഈ VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദ് മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള സമാന സ്വഭാവമുള്ള പോസ്റ്റുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഫേസ്ബുക്കിലൂടെ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവീസ് ചട്ടം മറികടന്ന് തന്നെയാണല്ലേ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ പ്രമോദ് വിമർശിക്കുന്നത്. കാരണം പ്രമോദ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്, VSSC ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം അപഹാസ്യമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ സമൂഹ മാധ്യമത്തിലടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി, ഏറ്റവും നീചവും നിന്ദ്യവുമായ രീതിയിൽ പദപ്രയോഗങ്ങളിലൂടെ ഭാരതാംബയെ അവഹേളിക്കുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. സമാനമായ രീതിയിൽ നേരത്തെയും ഇത് ഒരു ആദ്യമല്ല, ഇതിനു മുമ്പും ഈ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി തവണ ഈ സമാനമായ രീതിയിൽ രാജ്യവിരുദ്ധ പരാമർശം, കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള പരാമർശം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കേന്ദ്ര സർക്കാരിലെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ വിമർശിക്കുകയും ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഉള്ള പരാമർശങ്ങൾ നടത്തുകയുമൊക്കെ പലതവണ ചെയ്തിട്ടുണ്ട്. ഇടത് സംഘടനയുടെ നേതാവ് എന്ന നിലയിലാണ്, സജീവ പ്രവർത്തകരാണ്. ഇടത് തൊഴിലാളി സംഘടനയുടെ, സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകരാണ് പ്രമോദ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബലത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഈ നിരന്തരം ഇങ്ങനെ പോസ്റ്റുകൾ ഇടുകയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അവഹേളിക്കുന്ന തരത്തിൽ പരാമർശനങ്ങൾ ഫേസ്ബുക്കിലൂടെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പല സമരങ്ങൾക്കും നേതൃത്വം നൽകുകയും ഒരു ആൾ കൂടിയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം നിൽക്കുന്ന, അങ്ങനെ ഇടത് സർവീസ് സംഘടനകളുടെ ഒരു സജീവ പ്രവർത്തകനാണ് ഈ പ്രമോദ് എന്ന് പറയുന്ന VSSCയിലെ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മൾ പറയുന്നത് ഈ അയോധ്യയിലെ രാംലല്ല ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. ആ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവധിയെ വിമർശിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ ഏറ്റവും നിന്ദ്യമായി വിമർശിച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിരവധി തവണ, ഇതൊരു തവണയല്ല പലതവണ ഈ പ്രമോദിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ആരും അത് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ വരികയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രമോദിനെതിരെ അച്ചടക്ക
അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ മറ്റ് ആക്ഷൻ നടപടികളോ ഒന്നും ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും നീചമായ രീതിയിലും നിന്ദ്യമായ രീതിയിലുമാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അടക്കം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഒരു വികലമായ രീതിയിലെല്ലാം പോസ്റ്റുകൾ അദ്ദേഹം എഴുതുകയും ചെയ്തിരുന്നു. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചില മാന്യതകളുണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും ഒരു പൊതുമാധ്യമത്തിലൂടെ. നമുക്കറിയാം ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരാമർശങ്ങൾ നടത്തുന്നതിനടക്കം ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കെല്ലാം വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ പ്രമോദ് ഇത്തരം പരാമർശങ്ങൾ അടിക്കടി നൽകുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഭാരതമാതാവിനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ, മോശമായ രീതിയിൽ, ദേശീയവാദികൾക്ക് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നൽകിയത് നമ്മൾ വാർത്തയാക്കിയത്. വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പരാതികളും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് വീണ്ടും ഇതിനു മുമ്പും പലതവണ ഈ പ്രമോദിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള രേഖകളും വിവരങ്ങളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം നമുക്ക് ലഭിക്കുന്നത്. ആ പ്രമോദിൻ്റെ ഈ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ ഇടത് പശ്ചാത്തലമടക്കം അദ്ദേഹം അതിൽ കാണുന്നുണ്ട്. പല നേതാക്കന്മാരുമായി ഇരിക്കുന്നത്, അതോടൊപ്പം തന്നെ പല സമരപരിപാടികളിൽ പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിലെല്ലാം പ്രമോദ് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അതിതീവ്ര ഇടത് പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട്, ഇടത് സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഇതിന് ഭാരതാംബയെ പോലും നിന്ദ്യമായ രീതിയിൽ വികലമാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടികളും എടുക്കുവാൻ സാധിക്കുന്നുമില്ല, അല്ലെങ്കിൽ പരാതി പോലും ആരും നൽകുന്നുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഈ ഭാരതാംബ വിഷയത്തിലുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രമോദിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അച്ചടക്ക നടപടി വേണമെന്നൊരു ആവശ്യം വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു പദപ്രയോഗം നടത്തുന്ന ഒരാൾ സർവീസിലിരിക്കാൻ പാടില്ല എന്നടക്കമുള്ള ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നും ദേശീയവാദികൾ അങ്ങനെ തന്നെയാണ് പ്രശാന്ത്. കാരണം ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെ അധിക്ഷേപിക്കുക മാത്രമല്ല, മുൻപുള്ള എല്ലാ പോസ്റ്റുകളും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെയുള്ള വിമർശനങ്ങളും അപഹാസ്യമായ രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വകുപ്പ് തല നടപടി വേണം എന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തൃശൂരിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. മണ്ണുത്തി നല്ലങ്കരയിലാണ് സംഭവം. മണ്ണുത്തി കൺട്രോൾ റൂം വാഹനവും പോലീസുകാരെയുമാണ് 6 അംഗ സംഘം ആക്രമിച്ചത്. പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. രോഹിണി, ഇന്ന് പുലർച്ചെയാണ് തൃശൂർ നല്ലങ്കരയിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, അതായത് പിറന്നാൾ പാർട്ടിക്കിടെ ഒരു അക്രമം ഉണ്ടായത്. 15 പേരടങ്ങുന്ന ലഹരി സംഘത്തിന്റെ ഒരു പാർട്ടിയായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അതായത് അൽത്താഫ് അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പാർട്ടിയിൽ 15ഓളം ആളുകൾ പങ്കെടുത്തു. ഇവർ നല്ലങ്കരയിൽ ഒരു ആളൊഴിഞ്ഞ ഗേറ്റിൽ നടത്തിയ പാർട്ടിയിൽ രാസലഹരി അടക്കം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഈ അൽത്താഫിന്റെയും ഒപ്പം തന്നെ അഹദിന്റെയും വീട്ടിലേക്ക് ഇവർ കയറി സ്വന്തം അമ്മേനെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവർ പോലീസിൽ സഹായിച്ചിരുന്നത്. തുടർന്ന് നെല്ലങ്കരയിലെ കൺട്രോൾ റൂമിൽ നിന്ന് ആദ്യത്തെ പോലീസ് സംഘം എത്തുന്നു. ഈ പോലീസ് സംഘം എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ഒപ്പം തന്നെ അമ്മേനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ഈ പോലീസിനെതിരെ ഈ 15 സംഘം തിരിയുകയായിരുന്നു. തുടർന്ന് ഈ പാടത്തിന് സമീപമുള്ള വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന ആയുധങ്ങൾ, അതായത് മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഒപ്പം തന്നെ കമ്പി വടികളുമായിട്ട് വന്ന് പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. ഈ അക്രമത്തിൽ 4 പോലീസുകാർക്കും ഒപ്പം തന്നെ കൺട്രോൾ റൂമിന്റെ അടക്കം 3 പോലീസ് വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. നിലവിൽ 15ഓളം ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ശരി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നിവ തിരുകി കയറ്റിയ വിഷയത്തിൽ ചർച്ച വേണമെന്ന RSS നിലപാടിന് പിന്തുണയേറുന്നു. 2 വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ഇക്കാര്യത്തിൽ ചർച്ച വേണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നിവ തിരികെ കയറ്റിയ വിഷയത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ തന്നെ അതിന്മേലൊരു ചർച്ച വേണം എന്നുള്ളൊരു ആവശ്യം വരികയാണ്. കഴിഞ്ഞ ദിവസം ദത്താത്രേയ ഹൊസബിളയാണ് ഈ നിലപാട് വ്യക്തമാക്കിയത്. RSS നിലപാടിന് പിന്തുണയേറുന്ന കാഴ്ചയാണോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയിലാണ് ദത്താത്രേയ ഹൊസബിളെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത ആദ്യ ഭരണഘടനയിൽ ഈ സോഷ്യലിസവും സെക്യുലറിസവും ഉണ്ടായിരുന്നില്ല.
അത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിലടച്ച് അതിനുശേഷം ഇന്ദിരാഗാന്ധി തിരികെ കയറ്റിയതാണ്. ഇതിന്മേൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതാ ഇപ്പോൾ അതിന് പല നാനാ കോണുകളിൽ നിന്നും പിന്തുണയേറുകയും അത് ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ച വേണം എന്നാണ് അദ്ദേഹവും പറയുന്നത്. 2 വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നതും. ഭരണഘടന ആമുഖത്തിലെ 2 വാക്കുകൾ ഇന്ത്യൻ നാഗരികതയ്ക്ക് എതിരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് മനസ്സിലാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അന്നത്തെ അംഗങ്ങൾ, അതിന് രൂപം നൽകിയ ആളുകൾ അത് നിഷ്കരണം തള്ളിക്കളഞ്ഞത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച വേണം എന്നതാണ് അദ്ദേഹത്തിന്റെയും ആവശ്യം. അതായത് RSS മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥ കാലത്ത് തിരികെ കയറ്റപ്പെട്ട, ഇന്ദിരാഗാന്ധിയാൽ തിരികെ കയറ്റപ്പെട്ട 2 വാക്കുകൾ അത് വേണമോ വേണ്ടയോ എന്നതിൽ ചർച്ച കൊഴുക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. നാളെയോടെ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? രോഹിണി, സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്ന പ്രതിഭാസമാണ് ഇത്തരത്തിൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കാനായിട്ടുള്ള കാരണമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായിട്ട് മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇത് അടുത്ത ദിവസങ്ങളിൽ മഴ അതിശക്തമാകാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങൾ, അതായത് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വേലിയേറ്റ സാധ്യതയും കള്ളക്കടൽ പ്രതിഭാസവും മുന്നിൽ കാണുന്നുണ്ട്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ 4 മീറ്റർ വരെ ഉയരത്തിൽ ഒരു വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മൺസൂൺ മഴ അതിശക്തമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ മാസം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ദിവസം മുന്നെയാണ് ഇത്തവണ മൺസൂൺ എത്തിയത്. ഏതാണ്ട് മെയ് 28 സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചു തുടങ്ങി. ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും സമീപത്തായി രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദമാണ് അതിശക്തമായിട്ടുള്ള മഴയായിട്ട് തെക്കൻ കേരളത്തിലേക്ക് ലഭിച്ചത്. വരുന്ന 2 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. കോറമാൻ തീരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരം മുതൽ മത്സ്യബന്ധനത്തിനും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലെ വിനോദസഞ്ചാരത്തിന്, രാത്രികാലങ്ങളിലെ വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാ സംവിധാനങ്ങൾ നേരത്തെ തന്നെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ സമയനഷ്ടം വരാതെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5000-ലധികം ക്യാമ്പുകൾ കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ, കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ പീരുമേട്, ഏലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തവണ മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ചത്. 311.9 മില്ലിമീറ്റർ മഴ ലഭിച്ചതായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെ ലഭിക്കും. ഇന്നും നാളെയും ശക്തമായിട്ടുള്ള മഴ ലഭിക്കും. വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പുകൾ അത് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടായിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും 29 വരെ അതിശക്തമായുള്ള മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. പ്രളയ നിവാരണ മുന്നറിയിപ്പുണ്ട്. റൂൾ കർവിന് പുറത്ത് നിൽക്കുന്ന ഡാമുകളിൽ നിന്നും അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടും. 16 ഡാമുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട്. ഇന്നലെ മലമ്പുഴ ബാണാസുര സാഗർ ഡാം തുറന്നു. ഇന്ന് പീച്ചി ഡാം തുറക്കും. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാം തുറക്കാനുള്ള സാധ്യതയും ഇന്ന് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ റൂൾ കർവിന് പുറത്ത് നിൽക്കുന്ന ഡാമുകളിലെ അധിക ജലമെല്ലാം ഒഴുക്കിവിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 100 ഇടങ്ങളിലായിട്ട് കവചം പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തര
അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ കവചം, സൈറൻ മുഴക്കം, ജനങ്ങൾക്ക് അതിൽ നിന്നും ദുരന്തം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്നും നാളെയും ഒരു ജില്ലകളിൽ പോലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. കാലവർഷം കനത്തതോടെ പകർച്ചവ്യാധികളുടെ ആശങ്കയിലാണ് കോഴിക്കോട് ജില്ല. പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് നിരവധി പേരാണ് ഇതിനോടകം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. വീണ്ടും പകർച്ചവ്യാധികളുടെ വലിയ ആശങ്കയിലാണ് ജില്ലയൊന്നാകെ. കാലവർഷം കനത്തതോടെ തീരദേശത്തടക്കം നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞത്. ഇതിനകം 722 പേരാണ് വിവിധ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സയിലുള്ളത്. ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 22 പേരിൽ 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് 30 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. പയ്യോളി, മുക്കം, നരിക്കുനി, കുന്നമംഗലം, തിരുവള്ളൂർ, ഒഞ്ചിയം, ആയഞ്ചേരി മേഖലകളിലാണ് അധികവും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബീച്ച് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങി വിവിധ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ദിവസവും നൂറുകണക്കിന് പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമല്ലാത്തതും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതുമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. രോഗം വർദ്ധിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന വിമർശനവും ഇതിനകം ശക്തമായി കഴിഞ്ഞു. ജനം, കോഴിക്കോട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാണ് ഷട്ടറുകൾ തുറക്കുക. നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് നിർദ്ദേശം. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ്. 136ലേക്ക് എത്തിയാൽ ഷട്ടറുകൾ തുറക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളിൽ തന്നെയാണോ? അതോടൊപ്പം ഈ നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തന്നെയാണോ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, നിലവിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. 135.65 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഡാം തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 136 അടിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഡാം തുറക്കൂ എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഡാമിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ തമിഴ്നാടാണ് ഡാം തുറക്കേണ്ടത്, തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തമിഴ്നാട് കൂടുതൽ വെള്ളവും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തീരപ്രദേശത്ത്, അതായത് ഈ നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ വെള്ളം ആദ്യം എത്തിയത്, അതായത് മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ വെള്ളം ആദ്യം എത്തുന്ന വള്ളക്കടവ് മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പെരിയാർ നദിയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഈ പെരിയാറ്റിൽ വെള്ളം താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഡാം തുറക്കുന്ന സാഹചര്യം ഉണ്ടായാലും ആശങ്കപ്പെടേണ്ടതായി ഇല്ല എന്നുള്ളതാണ്. അതായത് വെള്ളം മറ്റ് വീടുകളിലേക്കോ മറ്റ് കൃഷിയിടങ്ങളിലേക്കോ കയറാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഒഴുക്ക് നിലവിൽ ഈ ഒരു പെരിയാർ നദിയിലില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തരമായി മാറേണ്ട സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് കൂടുതലായി വെള്ളം കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല ഒരു കാര്യത്തിലാണ് ഇപ്പോഴും തുറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേസമയം ഡാമിന്റെ മേഖലയിലും മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടപ്രദേശത്തെ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴ പെയ്യുന്നത്. എന്തായാലും ഷട്ടറുകൾ സമാനമായ രീതിയിൽ ഒഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 136 അടിയിലേക്ക് എത്തിയാൽ ഡാം തുറക്കുമെന്ന് തന്നെ ഉറപ്പിച്ചവർ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ തീരപ്രദേശമായ പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അതുപോലെ തന്നെ അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 883 കുടുംബങ്ങളിലെ 3220 പേരെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശമുള്ളത്. ഈ മേഖലയിലൊക്കെ വാഹനത്തിൽ അറിയിപ്പും നൽകുന്നുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മാറി താമസിക്കണം, അതിനുവേണ്ട ക്രമീകരണങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ അവശ്യ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാനും എടുത്ത് സൂക്ഷിക്കാനുമുള്ള നിർദ്ദേശം മൈക്ക് അനൗൺസ്മെന്റായി അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ മഴ കടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഡാമിലേക്ക് സാഹചര്യമുണ്ട്. അതാണ് നിലവിൽ
നിലവിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഡാം തുറന്നാലും ഈ വെള്ളം എത്തുക ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ഡാമിലും ഈ വെള്ളം ശേഖരിക്കാൻ ഉതകുന്ന സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം അവിടെ സംഭരിക്കാനാകുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇനിയിപ്പോൾ 136 അടിയിലേക്ക് ഇപ്പോൾ ഉച്ചയോടുകൂടി ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഡാമിലെ വെള്ളം ഡാം നിറയുകയാണെന്നുണ്ടെങ്കിൽ ഡാം തുറക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി സുബിൻ, മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. 136 അടിയിലേക്ക് എത്തിയാൽ ഷട്ടറുകൾ തുറക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 135.55 അടിയായിരുന്നു രാവിലെ. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് 135.65 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയും ഏറി വരികയാണ്. എന്തായാലും അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള പാത തകർന്നതോടെ യാത്ര തന്നെ പ്രതിസന്ധിയിലായി കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ ഭിന്നശേഷിക്കാരനായ അതുൽ നാരായണന്. വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള വഴി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് അതുലും കുടുംബവും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മഴ പെയ്ത് റോഡ് ഭൂരിഭാഗവും തകർന്നതോടെ അതുലിന് പരസഹായമില്ലാതെ ഇതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ജന്മന അതുലിന് കാഴ്ചശക്തി അല്പം കുറവായിരുന്നു. പോകെ പോകെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ പ്രതിസന്ധികളിൽ തളർന്നിരിക്കാൻ അതുൽ തയ്യാറായിരുന്നില്ല. നന്നായി പഠിച്ചു, ബിരുദം നേടി. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതത്തിന്റെ ഓരോ പടവുകളും വിജയകരമായി കയറുന്ന അതുലിന് വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ പ്രതിസന്ധിയാകുന്നത്. തകർന്നു കിടക്കുന്ന കുത്തനെയുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാകില്ല. തന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വഴി നന്നാക്കി തരാൻ പരാതി പറയാത്ത ഇടങ്ങളില്ല. പക്ഷേ ഒന്നും നടന്നില്ല. കൊണ്ടുവന്നതെല്ലാം വേറെ വാഹനത്തിനെ ആശ്രയിക്കണമെങ്കിൽ അവര് നമ്മളെ ഇതുപോലുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടിയും നമ്മുടെ അടുത്തേക്ക് വരവില്ല. ഓനെ കണ്ടം കടത്തി അപ്പുറത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഒരു പനി വന്നാലോ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പെല്ലാം കൊണ്ടുപോക്കും വരവും എല്ലാം. കോളേജ് പോകുന്ന സമയത്ത് അക്കരെ നടന്നു പോകും. കാറിട്ടോറോ അവിടത്തേക്ക് അച്ഛൻ ആടുന്ന് അവിടെയാണ് അന്നേരം വണ്ടി വെക്കല്, ഇങ്ങോട്ട് കൊണ്ടുവരലില്ല ഓട്ടോറിക്ഷ. അവിടുന്ന് അങ്ങനെ അച്ഛൻ കൊണ്ടാക്കും. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ 13-ാം വാർഡിലാണ് അതുലിന്റെ വീട്. അധികാരികളുടെ അടുത്ത് പരാതി നൽകിയെങ്കിലും വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. വഴി പൂർണ്ണമായും തകർന്നതോടെ വാഹനങ്ങൾ പോലും ഇങ്ങോട്ടേക്ക് വരാതായി. ഈ വഴി നന്നാക്കിയാൽ തങ്ങൾക്ക് മാത്രമല്ല സമീപ പ്രദേശത്തെ കുടുംബങ്ങൾക്കും വലിയ ഉപകാരമാകുമെന്ന് അതുൽ പറയുന്നു. ജനം, കണ്ണൂർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കൊല്ലം ഓലയിൽ കടവ് പാലത്തിലെ വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി BJP. കോർപ്പറേഷനെതിരെ പാലത്തിലൂടെ ചൂട്ടുകെട്ട് കത്തിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം KSRTC സ്റ്റാൻഡ് മുതൽ ഓലയിൽ കടവ് വരെ അഷ്ടമുടിക്കായലിന് മുകളിലൂടെയുള്ള പാലത്തിലാണ് വഴിവിളക്കുകൾ പ്രകാശിക്കാത്തത്. പാലം ജനങ്ങൾക്കായി തുറന്നു നൽകിയെങ്കിലും ക്യാമറകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. ഇതോടെ രാത്രികാലങ്ങളിൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ഈയിടെയായി പാലത്തിൽ അപകടങ്ങളും തുടർക്കഥയാകുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിലാണ് BJPയുടെ പ്രതിഷേധം. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്നു. അതും ആ പയ്യൻ മരണപ്പെട്ടു. നമ്മൾ നിരവധി തവണ നമ്മൾ പറയാറുണ്ട്, പാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അനാശാസ്യം വരെ ഇവിടെ നടക്കുന്നുണ്ട്. അത് നേരത്തെ പോലീസുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് ആ പയ്യനെ മരിച്ച സമയത്ത് എടുക്കുമ്പോൾ കൊല്ലം മേയർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മേയറോട് തന്നെ അവർ പറഞ്ഞു, ലൈറ്റ് ഇല്ലാതെ ഇനി നീട്ടിക്കൊണ്ടു പോകരുത്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് MLA എന്തിനു വേണ്ടി ഈ മുറിയൻ പാലം ചെയ്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഓലയിൽ കടവിൽ നിന്നും പ്രതിഷേധ ജ്വാല തെളിയിച്ചായിരുന്നു തുടക്കം. പാലത്തിലെ വഴിവിളക്കുകൾ സ്ഥാപിച്ച തൂണുകളിൽ പ്രവർത്തകർ ചൂട്ടുകെട്ട് കത്തിച്ചു കെട്ടി. പ്രതിഷേധ സമരം BJP ജില്ലാ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ B. ശൈലജ ഉദ്ഘാടനം ചെയ്തു. BJP കൊല്ലം മണ്ഡലം പ്രസിഡന്റ് S. സൂരജ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KSRTCക്ക് സമീപം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. जय बोलो जय बोलो जय बोलो जय बोलो जय बोलो जय
എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ജനം, കൊല്ലം. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.